ഹലോ കൂട്ടുകാരെ, ഇതെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. എനിക്കങ്ങനെ വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാനും എൻ്റെ ചങ്കുകൂടി കൊച്ചിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ ബസ്സിന് വന്ന് മറൈൻ ഡ്രൈവിൽ ഇറങ്ങി. ആദ്യം ഞങ്ങൾ ബ്രോഡ്വേ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രോഡ്വേയിലെത്തി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മേത്ത ബസാറാണ്. ഇവിടെ ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഫാൻസി കടയിലേക്കൊക്കെ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. എന്ത് രസമല്ലേ ഇതൊക്കെ ഇങ്ങനെ കിടക്കണതാണ്. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പാവകളും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫാൻസി ഐറ്റംസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തുണിക്കടകളുണ്ട്. ഇവിടെ രാധാകൃഷ്ണ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നല്ല റിണ്ണൻ മെറ്റീരിയലിനൊക്കെ ഒരുപാട് വിലക്കുറവുണ്ട്. അങ്ങനെ ഞങ്ങൾ കടകളൊക്കെ കയറി ഇറങ്ങി അങ്ങനെ എത്തി. കടകളിലെ സാധനങ്ങളുടെ ഭംഗി മാത്രം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു ഗൈസ്. കടകളിലൊക്കെ പാവകളൊക്കെ കിടക്കണണ്ട കൊതിയാവും. എന്ത് രസമല്ലേ കാണാനുള്ള ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. 10 പൈസ കയ്യിലില്ല. അങ്ങനെയൊക്കെ ആ ഭംഗി മാത്രം ആസ്വദിച്ച് ഞങ്ങൾ എല്ലാ കടകളും കയറി ഇറങ്ങി അങ്ങനെ നടന്നു. 1-2 ടോപ്പുകൾ എടുത്തു. അതല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്. അങ്ങനെ വിശന്നു തുടങ്ങി. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അന്നേരം ഞങ്ങൾ ബ്രോഡ്വേക്ക് വെളിയിൽ ഒരു അടിപൊളി ഹോട്ടലുണ്ട്, റഹ്മാനിയ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ സമയമാകുമ്പോൾ, ഊണിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ക്യൂ നിന്നാണ് ആൾക്കാർ ഫുഡ് വാങ്ങുന്നത്. അവിടെയൊക്കെ ഉണ്ടാകും നല്ല അടിപൊളി ബിരിയാണി. ഞങ്ങൾ ഓർഡർ ചെയ്ത് നല്ല സൂപ്പർ ബിരിയാണി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചട്ടിച്ചോറൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെപ്പോഴും വരുമ്പോഴും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ. നല്ല അടിപൊളി സൂപ്പർ ബിരിയാണിയാണ്. നമുക്ക് എത്ര കഴിച്ചാലും. കൂട്ടുകാരെ, നിങ്ങളിനി വരുമ്പോൾ ഈ ബ്രോഡ്വേയിൽ വന്നു കഴിയുമ്പോൾ ഈ കടയൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല സൂപ്പർ ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ വയറ് നിറഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് വെച്ച് പിടിച്ചു. ഞങ്ങളെപ്പോൾ വന്നാലും കൊച്ചി വന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിൽ കയറാതിരിക്കില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തിൽ വയറ് നിറഞ്ഞാൽ പിന്നെ ഹാപ്പിയാണല്ലോ. അങ്ങനെ ആ ഹാപ്പിയിൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. ആ കായലരികത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ എന്ത് സുഖമാണെന്ന് അറിയുമോ. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റടിച്ച ഉറക്കം വരും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കണ്ടിരുന്നു. അവിടെ കപ്പിൾസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെയൊക്കെ നോക്കിയിരുന്നു. കണ്ടോ, നല്ല സൂപ്പർ വ്യൂ അല്ലേ. നോക്ക്, ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓരോ ചേട്ടന്മാരെ ഞങ്ങൾ വന്ന് വിളിക്കുന്നുണ്ട് ബോട്ട് കയറാമെന്നും പറഞ്ഞ്. പിന്നെ ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല. കാരണം അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ലല്ലോ. നമ്മൾ KSRTC ശരണം പ്രാപിച്ച് നടക്കുന്നവരല്ലേ. അതുകൊണ്ട് അതിലൊന്നും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം വീട്ടിലെത്തില്ല. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോഗ്രാഫർമാരായി. ഇവിടെ നിന്ന് ഒരു പോസ് ചെയ്ത് ഫോട്ടോ എടുത്തെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പയ്യെ വണ്ടി പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം സമയം 3 മണിയായി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോച്ചെത്തുമ്പോഴത്തേക്കും സമയം ഏറെ ആവും. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേച്ച് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി മൂവാറ്റുപുഴയ്ക്ക് വണ്ടി പിടിച്ചു. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.